കുഞ്ഞാപ്പോ എന്ത് ചെരുപ്പും മുടിച്ചിട്ട് എടുക്ക പോണ്? എന്നോട് പറയല്ലേ കാട്ടാനേ മരന്ന് ചീത്ത കെട്ടിക്കണ എന്താ ഈ ചെരുപ്പ് പിടിച്ചോണ്ടല്ലേട്ടാ. ചെരുപ്പേ ഇന്നാളും ഒരു ചെരുപ്പ് തന്നെ കൊറേ മുന്നേ ആ ചെരുപ്പ് പൊട്ടി. എന്നിട്ട് ഇപ്പൊ ഈ ചെരുപ്പ് ഇവരോടും തന്നാണ്, നബിസാത്താനും തന്ന ഓരോ മക്കള് എന്താണ് എടുക്കണ ചെരുപ്പാണ്. അത് കുഞ്ഞാപ്പന് കൊടുത്തു തന്നതാണ്. ഉമ്മ എന്നോട് അറിയിച്ചിങ്ങനെ ചെരുപ്പ് ഇട്ട് നടന്നിട്ട് തേങ്ങിട്ട് എന്താണ് തേങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ ചെരുപ്പ് പിടിച്ചില്ലാറിഞ്ഞു. അവൻ അത് തെയ്യാൻ്റെ വെച്ചിട്ട് പിടിച്ചടക്കിയടാ. അത് ശരി. പൊട്ട പിന്നെ എന്തിനാ ചെരുപ്പ്? ചെരുപ്പ് കാലുമിടാനല്ലേ? കാലുമിടും ചെയ്യാ. ഇത് തേങ്ങിട്ടുണ്ടെങ്കിലേ ഉമ്മ പിന്നെ പുതിയത് മേടിച്ചില്ല നിക്കണ്. നബിസാത്താന്റെ മക്കൾ ഇനി എന്താണ് വേറെ ചെരുപ്പുണ്ടെങ്കിൽ കിട്ടീന്ന് ചോരത്തില്ല ഒന്നിതൊക്കെ തന്ന്. ഇമ്മ നേരത്തെ പോയിട്ടിങ്ങനെ ഇമ്മ ഓരോടക്ക് പോയതാണ്. എന്നോട് പറയാൻ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു പെരയില് മോനെ. എന്റെ ഉമ്മ ഇങ്ങനത്തെ ഒരു ഉമ്മേന്ന് ഞാൻ വിചാരിച്ചിരിക്കണം, എന്നാലും ഇങ്ങനത്തെ ഒരു ഉമ്മേന്ന് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടാ. എന്താണ് കാരണം? ജാനേച്ചി ഇന്നലെ പെരയെ വന്നിരുന്നു. അവിടെ ജാനേച്ചി ജാനേച്ചിന്റെ അവിടെ എന്താണ് കുറച്ച് ചാറിന് വന്നാണ്. ഒരു കറി ഉണ്ടാ ചോദിച്ചു പോര്. അപ്പൊ ഉമ്മ പറഞ്ഞു അതിനെന്താ ഇങ്ങോട്ട് പോരോ ജാനുവോ, കറി എനക്ക് എന്താ വേണിച്ച് കൊണ്ട് കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ജാനുവരത്തി അറിയാം ഓരോരുത്തർ ഗ്യാസ് കഴിഞ്ഞു കിണത്തറ. അപ്പൊ ഉമ്മ അറിയാം ഇനി ജാനുവോ എനക്ക് ഇവിടെ എന്തുണ്ടെങ്കിലും എനക്ക് ഈ പെരേന്ന് കൊണ്ടാവാലോ, എനിക്ക് മടിക്കൊന്നും വേണ്ട, എന്റെ പെര പോലെ കണ്ടിട്ട് ഇവിടെ എന്താ ഉള്ളത് അത് എനക്കും കൊണ്ടാവാന്ന് അറിഞ്ഞിട്ടാ. ഇമ്മ ഏതാ വളവത്തി നാളെ അവര് വന്നപ്പോ ഉമ്മ പറഞ്ഞു പഞ്ചാരക്ക് വന്നപ്പോ പറഞ്ഞു പഞ്ചാര ഇല്ലാന്ന്. പഞ്ചാര ഇവിടെ ഉണ്ടായിട്ട് പഞ്ചാര ഇല്ലാന്ന്. അപ്പൊ ഞാൻ മാള് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്താ നാളെ ആ താത്ത ഇവര് വന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ പഞ്ചാര ഇല്ലാന്ന്, ഇവിടെ പഞ്ചാര ഉണ്ടായിച്ചെന്ന്. അത് ജാനുവച്ച് കേട്ടിക്കണെന്ന് തോന്നുന്നു. അപ്പൊ പറയാ ഇമ്മ അറിയാ ഞാന് ആ കുറ്റം കെട്ടാൻ പറഞ്ഞ കേക്കണ്ട, ചെക്കൻ നൊസില്ലാത്ത ചെക്കനാണ്. നൊസം തന്നെ എന്താണാവല്ലേ എന്ത് പുളിങ്ങനെ ചെക്കന്റെ വാക്കൊന്നും കേക്കണ്ട, ചെക്കനാവും പറയൂ അതിന്റെ അപ്പുറം പറയൂ പറഞ്ഞിട്ട് ജാനേച്ചിക്ക് ഉമ്മ കട്ടൻ ചായ ഒക്കെ കൊടുത്ത് ജാനോച്ചിനെ പറഞ്ഞയച്ച്. അതെന്താ എനിക്കറിയോ, നാളെ ജാനോച്ചിന്റെ ഒരു 2-3 തേങ്ങ കൊടുത്തിക്കണ്. ആ സന്തോഷാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ജാനേച്ചാണ് പോയപ്പോ ഇമ്മാന്റെ സ്വഭാവം മാറി. ഇമ്മ എന്നെ അടിക്കാനല്ല വന്നത്. ഇമ്മ അറിയാലോ ജാനുവിന്റെ ഓരോരോ സൂത്രമാണ്. അല്ലെങ്കിൽ ഓളെ ഗ്യാസ് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ഗ്യാസ് ആയിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത്. ഗ്യാസ് കഴിഞ്ഞിട്ടെങ്കിൽ ഓൾക്കെന്താ അടുപ്പത്തായിട്ട് ഉണ്ടാക്കിയാല് ഏതും പറഞ്ഞിട്ട് ഇവിടെ കറിക്ക് വന്നിട്ടുണ്ട്. നമ്മളെന്നെ കുഞ്ഞാപ്പോ തട്ടിമുട്ടി ഉണ്ടാക്കുന്നത്. ഓൾക്ക് ഉസോറും മോളി നാളുണ്ടെങ്കിൽ അവള് വരുവോ, ഓൾക്ക് അടുപ്പത്ത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊക്കാണ് ദേഷ്യം പിടിച്ച്. അപ്പൊ മരിങ്ങളല്ലേ ഓരോട് പറഞ്ഞത് ഇവിടേക്ക് എപ്പോഴും വരാന് ഇപ്പൊ ഓരങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഉമ്മ അറിയാ ഏടാ അങ്ങനെ ഒരാള് വന്നാ അങ്ങനെയൊക്കെ പറയണോന്ന്. അപ്പൊക്ക് ദേഷ്യം പഠിച്ച് ഞാൻ മന അല്ലാണ്ട് പറഞ്ഞു. മറിച്ചിട്ടാ പഞ്ചാരന്റെ കൂട്ടപ്പം ഇവിടെ എടുത്തിട്ടത് എന്ന് അറിഞ്ഞിട്ട് എന്റെ ഇവിടേക്ക് ഒരു അടിയാന്ന്. അത് അവരുടെ പറയാൻ പാടില്ലല്ലോ. നാളെ പഞ്ചാരന്റെ കൂട്ടി എടുത്തിട്ടില്ലേ പിടിച്ചിട്ട് പോയിക്കണ്. വരുമോ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ വരാനായിക്കണം. വരാതെ പിന്നെ എന്റെ അടുത്ത് വരുവോ? അല്ല ഇനിയിപ്പോ ഇന്നെ കണ്ടാലും എന്തൊരു പ്രശ്നം ഉണ്ടാവോ? എന്നെ കണ്ടാൽ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ എന്നെ കണ്ട പ്രശ്നം കൈ കൊണ്ടാൽ തന്നെ അത് കാരണം വലിയ കുഴപ്പമില്ല. ഇന്നലെ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നോട് തലക്ക് മന കുറക്കും പിടിച്ചിരിക്കുന്നു ഇപ്പൊ. എന്നിട്ട് അല്ല എനിക്കും പിടിച്ചല്ലേ മന കുറക്കും പിടിച്ച്. അല്ല ഇതൊരു കാര്യം ചെയ്യ്, ഈ ചെരുപ്പ് ഇട്ട് പോയിക്കോ. എവിടക്കാ പോണ്? ഞാൻ പജ്ജീനെ മാറ്റി കെട്ടാ ഇമ്മ പറഞ്ഞിക്കണേ. പജ്ജീനെ ഇടക്കിടക്ക് മാറ്റി കെട്ടണമെന്ന്. ഞാൻ എന്താ ചെയ്യാ ഇവിടെ കെട്ടിട്ട് ആ കയറിന്റെ അയക്കൂട്ടാ. എന്നിട്ട് ഇമ്മ കാണുന്നില്ലല്ലോ അവിടെ തന്നെ കെട്ടു. ഇത് ഇമ്മടെ പറയുമ്പോ മാറ്റി കെട്ടിട്ടാ അല്ലെങ്കിൽ ആ പജീനും വലിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടാനാ. അവിടെ തന്നെ കെട്ടിയാ പോരെ. ഇമ്മക്ക് ഒരു ബുദ്ധിന്ന് പറഞ്ഞില്ല. അതിപ്പോ എനിക്കും ഇതില്ല അമ്മക്കും ഇതില്ല ഒന്നുമല്ല. പിന്നെ അതൊക്കെ പോട്ടെ, ഈ ചെരുപ്പിട്ട് പോയിക്കും മുള്ളുണ്ടാവും അവിടെയൊക്കെ. മുള്ളുണ്ടാവൂലേ? അന്നൊരു കാര്യം ചെയ്യാ, ഇവിടെ നാലറ്റം പോവാ പിന്നെ ചെരുപ്പിട്ടാ മതിയല്ലോ അല്ലേ? അത് മതി. പിന്നെ അതല്ല നനക്കാൻ പോക്കില്ലേ? നനക്കാൻ പോയത് എന്നോട് പറയാനേ, നനക്കാൻ ഇനി ചെല്ലാണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇടിച്ച് നനച്ചിട്ട് ഞാന് അതിന്റെ മോട്ടറിന്റെ സ്വിച്ച് ഉണ്ടല്ലോ എന്താണ് ഞാന് നിർത്താൻ മറന്ന് കരണ്ട് ബില്ല് വന്നത്ര അവർക്ക്.
ഞാനും മറന്ന് കൊറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പോയി നിർത്തിയതിട്ടാ. അപ്പൊ ഒരു പറഞ്ഞ് അനക്ക് എന്താണ് പൈസ അറിയാണ്ട് നല്ലത് ഞങ്ങള് മോട്ടർ ഇടാതിരിക്കാൻ നല്ലത് പറഞ്ഞിട്ട് ഓരോട് എനിക്ക് വരണ്ടാന്ന് അനക്ക് തരുന്ന കൂലിന്റെ ഡബിള് കറണ്ട് ബില്ല് അങ്ങനെ വന്നു എനിക്കത് പറയാൻ കിട്ടായിട്ടാ അയച്ചു പറഞ്ഞല്ലേ മതി. അപ്പൊ ഞാൻ ഇനി പോക്കില്ല. പോക്കില്ലല്ലേ? എങ്ങനെ ആൾക്കാര് വിളിക്കുക ഇങ്ങനെ നിർത്താതെ പോന്നാല് മോട്ടർ ഇട്ടിട്ട് മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താ ആയിക്കോട്ടെ ഐസ് പോയപ്പോ ഞാൻ വണ്ടി പോയൊക്കെയതാണ്. ഞാൻ അവിടെ ആ പ്രകാശനെ കണ്ട കൊറേ വർത്താനം തിന്നാൻ കിട്ടിയ പിന്നെ എനിക്കൊന്നും വേണ്ടല്ലോ. പ്രകാശേട്ട ഐസ് അപ്പൊ കൊറേ വർത്താനം പറഞ്ഞിരുന്ന കാരണം ഞാൻ ഇവിടെ വന്നപ്പോ പിന്നെ ഓരോടക്ക് പോയില്ല, ഓരോട് ആരും ഉണ്ടായില്ല. പിന്നെ വന്നപ്പോഴാണ് ഓര് വിളിക്കുന്നത്. കുഞ്ഞാപ്പുണ്ട് അവിടെ എന്നിട്ട് ഓര് എന്റെ ഉമ്മാനോട് പറഞ്ഞയച്ചിട്ട് ഞാൻ ചെന്നപ്പോ എന്റെ കൊറേ ചീത്തറിയും ചെയ്ത് വരണ്ടട്ടാ. അത് ശരിയാ. ഒരു കാര്യം പയ്യനെ കെട്ടി പോരാ. ഇനിയിപ്പോ ഉമ്മ വരാനായിക്കണം, അവിടെ നിക്കണില്ല കേട്ടാ. ചെരുപ്പിടണില്ല.